ഹായ് ഫ്രണ്ട്സ്, AJS ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ധനുഷും സ്നേഹിയും നെല്ലിശ്ശേരിയിൽ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ സേതു അവരെ തിരിച്ചു വിളിക്കുകയാണ്. നിൽക്ക്, നീ ധനുഷിനെയും വിളിച്ച് അകത്തേക്ക് വാ എന്ന് പറയുന്നു. ഇത് കണ്ട് അവന്തികയും അർച്ചനയും ഞെട്ടുകയാണ്. സ്നേഹിയും ധനുഷും സന്തോഷത്തോടെ അകത്തേക്ക് കയറി ചെല്ലുന്നു. അവരുടെ പുറകെ അർച്ചനയും ചെല്ലുകയാണ്. അപ്പോൾ നന്ദൻ അവിടേക്ക് വന്നിട്ട് എങ്ങോട്ടാ എന്ന് ചോദിക്കുന്നു. നീ ഒറ്റയ്ക്കാണെങ്കിൽ മാത്രം അകത്തേക്ക് പോകാം. ദേ, ഇവനെ കൊണ്ട് ഇവിടേക്ക് വലിഞ്ഞു കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടേക്ക് സച്ചിയും സന്ദീപും വന്നിട്ടുണ്ട്. ഇത് കേട്ട് സേതു നന്ദനോട് പറയുന്നു, നന്ദ, കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഞാനാ ഇവരോട് അകത്തേക്ക് വരാൻ പറഞ്ഞത് എന്ന് സേതു പറയുന്നു. അത് ഇവളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ, അല്ലാതെ ഇവരുടെ ബന്ധം അംഗീകരിച്ചത് കൊണ്ടല്ലല്ലോ എന്ന് നന്ദൻ ചോദിക്കുന്നു. നീയുമായിട്ടുള്ള സകല ബന്ധങ്ങളും അറുത്തുമുറിച്ച് മാറ്റിയിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അച്ഛൻ നിന്നോട് ക്ഷമിക്കുമായിരിക്കും, അതിന് ഞങ്ങളെ കിട്ടില്ല എന്ന് സച്ചി ദേഷ്യത്തോടെ സ്നേഹയോട് പറയുന്നു. ഉടനെ അവന്തിക സച്ചിയോട് പറയുന്നു, സച്ചി, അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു. അവൾ പറയുന്നത് പോലെ അത് നല്ലതിനായാലും ദോഷത്തിനായാലും അത് അവൾ തന്നെ അനുഭവിക്കട്ടെ. അവളുടെ ജീവിതമല്ലേ, അതിൽ മറ്റാർക്കും അവകാശമില്ല എന്ന് അവന്തിക പറയുന്നു. ഞങ്ങൾക്കൊരു അവകാശവും വേണ്ട ഏട്ടത്തി എന്ന് സ്നേഹ. ഇനി ആരും ഇവളുടെ ഒരു കാര്യത്തിലും തലയിടാൻ പോകുന്നില്ല. അതുപോലെ ഇനി ഇവൾ ഞങ്ങൾക്കിടയിലേക്കും വരരുത്. പ്രത്യേകിച്ച് ദാ ഇവനെയും കൊണ്ട്. അവൾ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. പക്ഷെ അത് ഇവിടെ ഈ വീട്ടിൽ പറ്റില്ല എന്ന് സന്ദീപ് വളരെ ദേഷ്യത്തോടെ പറയുന്നു. ഇതെല്ലാം കേട്ട് സ്നേഹ ഇഷ്ടപ്പെടാതെ ദേഷ്യത്തോടെ നിൽക്കുകയായിരുന്നു. എന്നിട്ട് സ്നേഹ പറയുന്നു, അല്ലെങ്കിലും ഞാനും ധനുഷും ഇവിടെ കയറി താമസിക്കാൻ വന്നതാണെന്ന് സന്ദീപേട്ടനോട് ആരാ പറഞ്ഞത്? നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അവകാശമുള്ള ആളാ അച്ഛൻ. അതില്ലാന്ന് പറയില്ലല്ലോ. അച്ഛനെ കണ്ട അനുഗ്രഹം വാങ്ങാനാണ് ഞങ്ങൾ വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്യുമെന്ന് സ്നേഹ എല്ലാവരോടുമായി പറയുന്നു. എന്നിട്ട് സേതുവിനോട് പറയുന്നു, അച്ഛന്റെ മുന്നിൽ കിടന്ന് ഇനിയും വഴക്ക് കൂടാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ലെന്നും ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട, അച്ഛന്റെ അനുഗ്രഹം മാത്രം മതിയെന്നും സങ്കടത്തോടെ സ്നേഹ പറയുന്നു. എന്നിട്ട് ധനുഷിനെ കണ്ണുകൊണ്ട് അച്ഛന്റെ കാലിൽ വീണ അനുഗ്രഹം മേടിക്കുന്ന കാണിക്കുന്നു. അങ്ങനെ ധനുഷും സ്നേഹയും സേതു മാധവന്റെ കാലിൽ വീണ അനുഗ്രഹം മേടിക്കുകയാണ്. സേതു എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവരെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയാം അച്ഛൻ എന്നെ കുറ്റപ്പെടുത്താനാവില്ലെന്ന്. മനസ്സറിഞ്ഞ് എന്നെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അത് മതി അച്ഛാ എന്ന് സേതുവിനോട് സ്നേഹ പറഞ്ഞിട്ട് ധനുഷിനോട്, ധനുഷ് വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ധനുഷിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും അവർ ഇറങ്ങുന്നു. ഇത് കണ്ട് വിഷമം സഹിക്കാൻ കഴിയാതെ സേതുവിന് നെഞ്ചുവേദനയുണ്ടായി തല കറങ്ങി വീഴുകയാണ്. എല്ലാവരും പേടിച്ച് ഓടിച്ചെന്ന് അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് സേതുവിനെ പിടിക്കുന്നു. എന്തു പറ്റി അച്ഛാ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അവന്തിക ഇതെല്ലാം കണ്ട് രസിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നന്ദൻ പറയുന്നു, വേഗം കുറച്ച് വെള്ളം എടുക്കാൻ. അങ്ങനെ സന്ദീപ് വെള്ളം എടുത്തുകൊണ്ട് വരുന്നു. ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അവിടെ എല്ലാവരും വിഷമിച്ച് നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല ടെൻഷനും ഉണ്ട്. സേതുവിനെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്. എന്നിട്ട് സേതുവിനോട് പറയുന്നു, സാറിന് വേറെ കുഴപ്പമൊന്നുമില്ല, BP ലോ ആയതാണെന്ന് ഡോക്ടർ പറയുന്നു. കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് വീട്ടിൽ പോകാമെന്ന് പറയുന്നു. താങ്ക്സ് ഡോക്ടർ എന്ന് സേതു പറയുന്നു. ഡോക്ടർ പോകാൻ ഒരുങ്ങുമ്പോൾ സേതു ഡോക്ടറിനെ വിളിക്കുന്നു. ഡോക്ടർ, എന്റെ മക്കളൊക്കെ പുറത്തു നിൽപ്പുണ്ട്. അവരോട് കൂടി പറയണം എനിക്ക് കുഴപ്പമില്ലെന്ന്. അവരൊക്കെ വല്ലാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ടാകും എന്ന് സേതു പറയുന്നു. ഞാൻ പറഞ്ഞേക്കാമെന്ന് ഡോക്ടർ പറയുന്നു. ഡോക്ടർ, ഒരു ഉപകാരം കൂടി ചെയ്യണമെന്ന് സേതു പറയുന്നു. പുറത്ത് അർച്ചന എന്നൊരു കുട്ടിയുണ്ട്, അവളോടൊന്ന് സംസാരിക്കാൻ അനുവദിക്കണം എന്ന് പറയുന്നു. സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല സാർ, കൂടുതൽ സ്ട്രെയിൻ ചെയ്യാതിരുന്നാൽ മതി ഡോക്ടർ പറയുന്നു. ശരി ഡോക്ടർ എന്ന് സേതു. അങ്ങനെ ഡോക്ടറും നേഴ്സും ആ മുറിയിൽ നിന്ന് പോവുകയാണ്. ശേഷം പുറത്ത് ചെന്ന് എല്ലാവരോടും പേടിക്കാനൊന്നുമില്ല, സേതു സാർ ഇപ്പോൾ ഓക്കെ ആണെന്നും പറയുന്നു. ഇത് കേട്ട് എല്ലാവർക്കും സന്തോഷമാവുകയാണ്. ഇപ്പോൾ എന്ത് പറ്റിയതായിരുന്നു ഡോക്ടർ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ BP ലോ ആയതാണെന്ന് ഡോക്ടർ പറയുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഇതിൽ ആരാ അർച്ചന? അർച്ചനയെ സാറിനൊന്ന് കാണണമെന്ന് പറയുന്നു. സംസാരിക്കുമ്പോൾ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും തൽക്കാലത്തേക്ക് പറയരുതെന്നും ഡോക്ടർ അർച്ചനയോട് പറയുന്നുണ്ട്. ശരി ഡോക്ടർ എന്ന് പറഞ്ഞ് അർച്ചന സേതു കിടക്കുന്ന റൂമിലേക്ക് കയറുന്നു. സേതുവിന്റെ അടുത്ത് വന്ന് അച്ഛാ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. ആശ്വാസമുണ്ടെന്ന് സേതു. ഞാൻ മോളെ കാണണമെന്ന് പറഞ്ഞത് ഒരു കാര്യം പറയാനല്ല, അപേക്ഷിക്കാനാ എന്ന് പറയുന്നതാ ശരിയെന്നും സേതു പറയുന്നു. എന്താ അച്ഛാ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട്. ഞാനത് പറയുമ്പോൾ മോളത് പറ്റില്ലെന്ന് പറയരുത് എന്ന് സേതു പറയുന്നു. അച്ഛൻ എന്തായാലും പറഞ്ഞോളൂ എന്ന് അർച്ചന. ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ചിട്ടുള്ളത് എന്റെ മക്കളെ ഓർത്താ. കുറെ കാലം നന്ദന്റെ കാര്യം ഓർത്തായിരുന്നു. ഇപ്പോൾ ദേ സ്നേഹ. നന്ദന്റെ തിരിച്ചുവരവിന് മോളാ കാരണമായത്. ഇപ്പോൾ
അതുപോലെ എന്റെ സ്നേഹം മോളെയും തിരിച്ചു വേണം. മോള് തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരണം. ഞാനിത് നന്ദനോടോ സച്ചിയോടോ സന്ദീപിനോടോ പറഞ്ഞാൽ അവർ അത് അനുസരിച്ചെന്ന് വരില്ല. അതാ ഞാൻ മോളോട് പറയുന്നത് എന്നൊക്കെ അർച്ചനയോട് പറയുന്നു. അർച്ചന ഇത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ സേതുവിനോട് പറയുന്നുണ്ട്. അച്ഛാ, ഞാൻ എങ്ങനെയാ? ധനുഷിനെ കുറിച്ച് അച്ഛൻ എല്ലാം അറിയാവുന്നതല്ലേ? അവന്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയി വിവാഹം കഴിച്ച ദേഷ്യത്തിലാ ഇവിടെ എല്ലാവരും. അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നതോടുകൂടി ദേഷ്യം ഇപ്പോൾ ഇരട്ടിയായി കാണും. ദേഷ്യത്തെക്കാളും തകർന്നു പോയെന്ന് പറയുന്നതാവും ശരിയെന്നും അവരോട് ഞാൻ എങ്ങനെ ഈ കാര്യം പറയുന്നതെന്നും അർച്ചന സങ്കടത്തോടെ സേതുവിനോട് ചോദിക്കുന്നു. ഇത് കേട്ട് സേതുവും വിഷമത്തോടെ പറയുന്നു. അവരുടെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാനും അതേ അവസ്ഥയിൽ തന്നെ ആയിരുന്നു. ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ അവളോട് ദേഷ്യം കാണിച്ചിട്ട് എന്താ കാര്യം? അമ്മയില്ലാതെ ഞാൻ വളർത്തിയതാ അവളെ. അത്ര വേഗം എനിക്ക് അവളെ തള്ളിക്കളയാൻ പറ്റുമോ? ഇങ്ങനെ ഈ മരണക്കിടക്കയിൽ ഞാൻ വാശി കാണിക്കുമ്പോൾ ഇനി ഒരിക്കലും അവളെ കാണാൻ പറ്റിയെന്ന് വരില്ലെന്നും സേതു പറയുന്നു. തൽക്കാലം അവരൊന്നും ഇത് അറിയണ്ടെന്നും പിന്നീട് സേതു തന്നെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നും അർച്ചനയോട് സഹായിക്കില്ല എന്നുമൊക്കെ സേതു ചോദിക്കുന്നുണ്ട്. ഇനി അധിക കാലം അച്ഛൻ ഉണ്ടാകില്ലെന്ന് സൂചനയാണ് ഇതൊക്കെ. അതുകൊണ്ട് ഞാൻ വീട്ടിലെത്തുമ്പോൾ സ്നേഹ അവിടെ കാണണമെന്ന് കൂടി സേതു പറയുന്നു. ഇത് കേട്ട് അർച്ചന വിഷമത്തോടെ അച്ഛ എന്ന് വിളിക്കുന്നു. എന്നിട്ട് അച്ഛൻ വിഷമിക്കാതെ ഇരിക്കെ, അച്ഛൻ നെല്ലിശ്ശേരിയിലേക്ക് വരുമ്പോൾ സ്നേഹ അവിടെ ഉണ്ടാവും. ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാം അവരെ എന്ന് അർച്ചന സേതുവിനോട് പറയുന്നുണ്ട്. മോളോട് സ്നേഹിക്ക് നല്ല ദേഷ്യം കാണും. അതുകൊണ്ട് അവന്തികയെ കൂടി കൂട്ടിക്കൊണ്ടു പോകും. അവന്തിക പറഞ്ഞാൽ അവൾ അനുസരിക്കും എന്നൊക്കെ സേതു പറയുന്നു. അങ്ങനെ അർച്ചന എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. സേതു ഇങ്ങനെ വയ്യാതെ വിഷമിച്ച് കിടക്കുന്നു. ശേഷം കാണിക്കുന്നത് ധനുഷും സ്നേഹയും ഒരു വാടക വീട്ടിൽ ഇരിക്കുന്നു. അവിടേക്ക് മൂർത്തി അവർക്ക് ചായയുമായി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, പാലും പഴവും ഒക്കെ തരുന്നതാണ് ശരിക്കും ചടങ്ങ്. നിലവിളക്ക് തന്ന് അകത്തേക്ക് കയറ്റാനും മറ്റു ചടങ്ങുകളൊക്കെ ചെയ്യാനും ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് രണ്ടാളും തൽക്കാലം ഈ ചായ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്നും സ്നേഹയ്ക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടോ എന്നും തൽക്കാലത്തേക്കാണെങ്കിലും ഭാഗ്യത്തിനാ ഇങ്ങനെയൊരു വീട് ഒത്തു കിട്ടിയതെന്നും മൂർത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീടിന്റെ ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് ഞാൻ പോയി നോക്കാമെന്നും സ്നേഹയുടെ വീട്ടിൽ നിന്നുമായിരിക്കും. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം, പുറത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞ് മൂർത്തി പോകാൻ തുടങ്ങുമ്പോൾ ഞാൻ പോകാമെന്ന് പറഞ്ഞ് ധനുഷ് പോകുന്നു. അത് അർച്ചനയും അവന്തികയുമായിരുന്നു. അവരോട് ധനുഷ് ചോദിക്കുന്നു, വീണ്ടും പ്രശ്നമുണ്ടാക്കാനാണോ വന്നതെന്ന്. ഉടനെ അർച്ചന പറയുന്നുണ്ട്, അതിനാണെങ്കിൽ ഞങ്ങൾക്ക് വരണ്ടല്ലോ. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ പറഞ്ഞു വിട്ടിട്ട് എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് കരുതിയ ഞങ്ങളായിട്ട് തന്നെ വന്നത്, അതും അവരറിയാതെ എന്ന് അർച്ചന പറയുന്നു. നീ എന്താ സ്നേഹി ഇങ്ങനെ നോക്കുന്നേ? നിന്റെ ഏട്ടത്തിമാരെ അകത്തേക്ക് വിളിക്കുന്നില്ലേ എന്നൊക്കെ അവന്തിക ചോദിക്കുന്നുണ്ട് സ്നേഹയോട്. ഇപ്പോൾ എന്റെയും കൂടി ഏട്ടത്തിമാരാണല്ലോ, അപ്പോൾ ഞാൻ വിളിച്ചാൽ പോരെ എന്ന് പറഞ്ഞ് ധനുഷ് അവരെ അകത്തേക്ക് വിളിക്കുന്നു. ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് മൂർത്തി അവിടെ നിന്ന് മാറ്റിയിട്ട് അർച്ചന കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ അച്ഛന് വയ്യാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു എന്ന് അർച്ചന പറയുന്നു. ഇത് കേട്ട് സ്നേഹ ഞെട്ടുന്നു. അച്ഛൻ പറഞ്ഞിട്ട് നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കാനാണ് ഞങ്ങൾ വന്നത്. അച്ഛന് ഞാൻ വാക്ക് കൊടുത്തതാണ് നിങ്ങളെ വീട്ടിലെത്തിക്കാമെന്ന് എന്ന് അർച്ചന പറയുമ്പോൾ സ്നേഹ പറയുന്നു, വാക്ക് കൊടുത്തിട്ടുണ്ടാകും, പക്ഷെ അത് അച്ഛനായിരിക്കില്ല, എന്റെ ഏട്ടന്മാർക്കായിരിക്കും. അച്ഛന്റെ പേര് പറഞ്ഞ് ഞങ്ങളെ അവിടെ എത്തിക്കണം, പ്രത്യേകിച്ച് ധനുഷിനെ, എന്നിട്ട് അപകടപ്പെടുത്തണം. അതല്ലേ നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം എന്ന് സ്നേഹ. നിന്റെ ഏട്ടന്മാരെ നീ മനസ്സിലാക്കിയത് അങ്ങനെയായിരിക്കും, പക്ഷേ എന്റെ ഭർത്താവ് ഉൾപ്പെടെ അവിടുത്തെ ആണുങ്ങൾ ആരെയും വിളിച്ചു വരുത്തി ചതിക്കില്ല. ആ ബോധ്യം നിന്നേക്കാൾ നന്നായിട്ട് എനിക്കുണ്ട് എന്ന് അർച്ചന പറയുന്നു. അവന്തിക പറയുന്നു, മോളെ, നീ ധനുഷിനെ സ്നേഹിച്ചു, എല്ലാവരെയും എതിർത്തു, പക്ഷെ നിങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതം തിരഞ്ഞെടുത്തു. നീ ധനുഷിനെ വിവാഹം കഴിച്ചതോടെ ധനുഷ് നെല്ലിശ്ശേരിയുടെ ഒരു ഭാഗമായി കഴിഞ്ഞു. അവനെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സേതുമാധവൻ എന്ന് പറയുന്ന നമ്മുടെ അച്ഛന്റെ മരുമകൻ തന്നെയാണ് ധനുഷും. അത് അംഗീകരിച്ചത് കൊണ്ടാണ് വിളിച്ചുകൊണ്ട് വരാൻ ആവശ്യപ്പെട്ടതും. അതൊന്നും ആയിരിക്കില്ല ഏട്ടത്തി, ഞാൻ ഇങ്ങനെ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നതിന്റെ കുറച്ചിലായിരിക്കും എല്ലാവർക്കും. എന്നാലേ എനിക്ക് ആ കുറച്ചിലില്ല. ധനുഷിനൊപ്പം എവിടെ താമസിക്കാനും ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് പറഞ്ഞേക്ക് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നില്ലെന്ന് എന്ന് സ്നേഹ പറയുന്നു. നീ ചതിച്ചു എന്നറിഞ്ഞിട്ടും നീ അവിടേക്ക് വന്നപ്പോൾ നിന്നോടെല്ലാം ക്ഷമിച്ച് വീട്ടിലേക്ക് കയറ്റി നിന്നെ അനുഗ്രഹിച്ചതാണ് നിന്റെ അച്ഛൻ. ആ മനുഷ്യനാണിപ്പോൾ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, അതും നീ കാരണം. ഇനി നീ വരുന്നില്ലെന്ന് ഞാൻ ചെന്ന് പറയുമ്പോൾ അച്ഛൻ വീണ്ടും വിഷമിക്കത്തേ ഉള്ളൂ. ഇനി അദ്ദേഹത്തെ വേദനിപ്പിക്കരുത്, ഞങ്ങളുടെ കൂടെ വരണമെന്ന് അർച്ചന പറയുന്നു. നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തട്ടെ. വന്നപ്പോൾ ഇറക്കി വിട്ടതല്ലേ, ഇനി ആലോചിച്ചിട്ടേ വരുന്നുള്ളൂ എന്നൊക്കെ സ്നേഹ പറയുന്നു. സ്നേഹെ, നിന്നെപ്പോലെ തന്നെ ദേഷ്യവും അമർഷവും ഉണ്ട് എനിക്ക്.
അത് കാണിക്കാനുള്ള സമയം ഇതല്ല. പക്ഷെ നമുക്ക് ദേഷ്യമുള്ളവരല്ലല്ലോ നമ്മളെ വിളിക്കുന്നത്, അച്ഛനല്ലേ. ഇനിയും ആ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ ഒരിക്കലും നമ്മുടെ ജീവിതം രക്ഷപ്പെടില്ല. ഈ അവസ്ഥയിൽ നമ്മൾ വാശി പിടിക്കുന്നത് നല്ലതല്ല. നമുക്ക് പോകണം, അച്ഛനെ കാണണം. അത് ആ മനുഷ്യന് വലിയ ആശ്വാസമായിരിക്കുമെന്ന് ധനുഷ് സ്നേഹയോട് പറയുന്നു. സ്നേഹ ഒന്നും പറയണ്ട, ആദ്യം അവിടേക്ക് പോയി അച്ഛനെ കാണണം. ബാക്കിയൊക്കെ പിന്നീടല്ലേ. നിന്റെ ഏട്ടന്മാർ എന്ത് പ്രശ്നമുണ്ടാക്കിയാലും ശരി, നമ്മൾ ഇന്ന് തന്നെ വീണ്ടും അവിടേക്ക് പോകുന്നു. നിങ്ങൾ പുറത്തു നിൽക്ക്, ഞങ്ങൾ വന്നേക്കാമെന്ന് ധനുഷ് പറയുകയാണ് അവരോട്. അർച്ചന അങ്ങോട്ട് പോകുമ്പോൾ അവന്തിക പറയുന്നു, അച്ഛന് മാത്രമല്ല ഈ ഏട്ടത്തിക്കും നിങ്ങൾ അവിടെ താമസിക്കുന്നതാണ് ഇഷ്ടം എന്ന് അവന്തിക. എന്റെ കൺമുന്നിൽ വേണം നിങ്ങൾ ജീവിക്കാൻ. സ്വത്തിന് വേണ്ടിയുള്ള മത്സരമല്ലേ, ആ മത്സരത്തിൽ ഞാൻ ജയിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ വേണം. എപ്പോഴും ഞാൻ കൂടെ തന്നെ കാണുമെന്നും അത് എന്റെ മാത്രം ആവശ്യമാണെന്നും ഇടയ്ക്കിടയ്ക്ക് ധനുഷിനെ നോക്കി പറയുകയാണ് അവന്തിക. എന്നിട്ട് അവന്തികയും പോകുന്നു. തുടർന്ന് സച്ചിയാണെങ്കിൽ ഓരോരുത്തരോടും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ. ആ സമയത്താണ് അർച്ചനയും അവന്തികയും അവിടേക്ക് വരുന്നത്. അർച്ചനെ, ഞാൻ തന്നെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. ആശുപത്രിയിൽ നിന്നും ഒന്നും പറയാതെ എങ്ങോട്ടാ പോയതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അർച്ചന പോയി കാറിന്റെ പുറകിലത്തെ ഡോർ തുറക്കുന്നുണ്ട്. അതിൽ നിന്ന് സ്നേഹയും ധനുഷും ഇറങ്ങുന്നു. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സച്ചി. താൻ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ പോയതാണോ? ഇവർ ഈ വീട്ടിലേക്ക് വരുന്നത് ഞങ്ങൾക്കാർക്കും ഇഷ്ടമല്ലെന്ന് തനിക്ക് അറിഞ്ഞുകൂടെ? താൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ഡാ എന്ന് ദേഷ്യത്തോടെ വിളിച്ച് സന്ദീപും നന്ദനും അവിടേക്ക് വന്നു. നന്ദേട്ടാ, ഞാനാണ് ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇവർക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് വാക്ക് കൊടുത്തിട്ട് എന്ന് അർച്ചന പറയുമ്പോൾ നന്ദൻ പറയുന്നു, അർച്ചന വാക്ക് കൊടുത്താലും ഇല്ലെങ്കിലും ഇവിടേക്ക് വന്നാൽ കുഴപ്പമുണ്ടാകുമെന്ന് ഇവൻ അറിയാലോ. ഇവനോട് പറഞ്ഞതല്ലേ ഇനി ഇവിടേക്ക് വരരുതെന്ന്. ഇങ്ങനെയൊക്കെ ദേഷ്യത്തോടെ നന്ദൻ അവരോട് സംസാരിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക്സ്.